നാടൻ മുന്തിരി വിളഞ്ഞ് നിൽക്കണേ, അത് അടക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം ഞാൻ കമ്പിട്ട് അടിച്ച് നോക്കി, തോട്ടയിട്ട് അടിച്ച് നോക്കി, പറ്റുന്നില്ല. അപ്പം ഞാൻ യൂട്യൂബിലൊരു ഷോർട്ട് കണ്ടായിരുന്നു. അപ്പം അതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കാം, എത്രമാത്രം റിസൾട്ട് കിട്ടണമെന്ന് നമുക്ക് നോക്കാം. സംഗതി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിക്കാം. വരും. നമ്മുടെ മുന്തിരിക്കുട്ടന്മാരെല്ലാം മുകളിലോട്ടാണ് കാച്ചു നിൽക്കുന്നത്. അടക്കാൻ പറ്റൂല. ചെറിയ ഒരു തൈയായിരുന്നു, അതുകൊണ്ട് ഏണിയൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയൊക്കെ പൊന്നൂനെ കാണാൻ പോണതുകൊണ്ട് രണ്ട് മുന്തിരിയും കൂടെ കൊണ്ടുപോകും. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള തോട്ട അത് ശരിയായില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഐഡിയ തോന്നിയാണ്, ഒരു തുണിയെടുത്ത് ഞാൻ ചുറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഇറുക്കി ഇട്ടിട്ട് പിന്നെ എന്തായാലും ഒരു കിടുക്കം പരിപാടി തന്നെ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. രാവിലെ എൻ്റെ കൊച്ചുമോളെ കാണാൻ പോകണം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ അവിടുത്തെ കടയിൽ നിന്ന് എനിക്ക് വാങ്ങണമായിരുന്നു. അപ്പോഴത്തെ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെയുള്ള പരിപാടിന് പോകുമ്പോൾ വെറുകയോടെ എങ്ങനെ പോകണമെന്ന് പറഞ്ഞാണ്ട് ഇത് അടക്കാമെന്ന് വിചാരിച്ചു. അതിപ്പം മുന്തിരി ഫ്ലോപ്പായി. എന്തായാലും പേരയ്ക്ക നല്ല വിളഞ്ഞ പേരയ്ക്ക തന്നെ, കുഴപ്പമില്ല, കൊണ്ടുപോവാം. എന്തായാലും എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം, ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കൂ. എത്രത്തോളം വിളഞ്ഞില്ല എന്ന് തോന്നുന്നു. എൻ്റെ രണ്ട് മക്കളും മുന്നിലേ ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക്. അവർ ആ പ്രായത്തിൽ ഈ പേര അത്ര ഇതായിട്ട് കാച്ചില്ല, 1-2 കായ്ക്കുള്ളായിരുന്നു അവരിവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക്. അവർ പോയതിനു ശേഷമാണ് നിറയെ കായ്ക്കാൻ തുടങ്ങി. അവർ മുന്നിലേക്കാണ് ഓരോ വീട്ടിൽ പേരയ്ക്ക് നിൽക്കുമ്പോൾ കൊതിയോടെ നോക്കി ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എൻ്റെ മക്കൾ കൊതിച്ച സാധനം അവരുടെ മക്കൾ കഴിക്കാൻ പറ്റുന്നത് എന്ത് ഭാഗ്യമുള്ള കാര്യമാണ്. ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മളൊരു മരം നട്ടാൽ, എന്തെങ്കിലും ഒരു കായ്ഫലമുള്ള വൃക്ഷം നട്ടാൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കളെങ്കിലും കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം എല്ലാവരും ചെയ്യണം. തോട്ടയിട്ടെ അടിച്ച് എടുക്കാമെന്ന് നോക്കി, പക്ഷെ ഒരെണ്ണം അങ്ങനെ നോക്കിയിട്ട് പറ്റണില്ല. അപ്പോൾ ആ കമ്പിട്ട് അടിച്ചതിൻ്റെ പാടുകളാണ് എന്താ ചതഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഈ ട്രിക്ക് തോന്നിയത്. ഇപ്പം എന്തായാലും വിളഞ്ഞില്ല. നല്ല താഴെ നിന്ന് നോക്കിയപ്പോൾ നല്ല പരപ്പായിരുന്നു. അതാണ് ഞാൻ പറിക്കാൻ നോക്കിയത്. എന്തായാലും ഒരെണ്ണം പോയി, ബാക്കിയൊക്കെ ഇനി നിന്ന് പഴുക്കട്ടെ. അപ്പോൾ ഇതുപോലെ അടത്തെടുക്കാം. എന്തായാലും ആ കണ്ട ട്രിക്ക് കൊള്ളാം കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനും ആദ്യമൊക്കെ ഇതൊക്കെ ഫ്ലോപ്പാണെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മളത് സ്വയം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം. അത് വീഡിയോ സെറ്റാണ് എന്ന് വിചാരിക്കും. അപ്പോൾ 2 മുന്തിരിങ്ങ കിട്ടി, 4 പേരയ്ക്ക കിട്ടി. തല്ലാത്ത പേരയ്ക്ക തന്നെ കിട്ടി. നല്ല വിളഞ്ഞ് മൂത്ത പേരയ്ക്കയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ. എല്ലാവരും ഒരു ലൈക്കെങ്കിലും തരണം. അടിപൊളി സെറ്റല്ലേ?